ഹലോ, ഒരു TVS Ntorq BS6 മോഡലിൻ്റെ ഫ്രണ്ട് ഡിസ്ക് പാഡ് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് ടെക്നോ ടിപ്സ് ഓറിയിൽ നിന്ന്. ബ്രേക്ക് കാലിപ്പറിൻ്റെ ഈ കാണുന്ന രണ്ട് 12 മില്ലിമീറ്റർ ബോൾട്ടുകൾ ഒരു ടീ സ്പാനറോ റിംഗ് സ്പാനറോ ബോക്സ് സ്പാനറോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഊരി മാറ്റാം. കാലിപ്പർ അസംബ്ലി ഇനി നമുക്ക് ഇതുപോലെ വലിച്ചൂരിയെടുക്കാം. ഇവിടെ കാണുന്ന ഈ ലോക്ക് പിൻ ഇനി നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കുത്തി ഇളക്കി മാറ്റാം. ഇതുപോലുള്ള പിന്ന് ഒരെണ്ണം കൂടിയുണ്ട്, ഇവിടെയായി. ഈ ലോക്ക് പിന്നും നമുക്ക് ഊരിയെടുക്കാം. ഇനി ഒരു ബോൾ പിൻ ഹാമർ ഉപയോഗിച്ച് കാലിപ്പർ പിന്നിൽ ഇതുപോലെ തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതുപോലെ വലിച്ചൂരിയെടുക്കാവുന്നതാണ്. ഇനി ഡിസ്ക് പാഡ് നമുക്ക് ഇതുപോലെ ഇളക്കിയെടുത്ത് മാറ്റാം. TVSൻ്റെ ജെന്യുവൻ പാർട്സാണിത്. 347 രൂപയാണ് ഇതിന് വില വരുന്നത്. പുതിയ ഡിസ്ക് പാഡ് ഇടുന്നതിന് മുൻപായി നമുക്ക് ഇതിൻ്റെ പിസ്റ്റൺ ഒരു വാട്ടർ പമ്പ് പ്ലെയർ അഥവാ മങ്കി പ്ലെയർ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് മുഴുവനായി താഴ്ത്തി വയ്ക്കാം. ഇന്നർ സൈഡിൽ വരുന്ന ഈ പാഡിൻ്റെ ഈ കൂർത്തിരിക്കുന്ന ഭാഗം കാലിപ്പറിലെ ഈ സ്ലോട്ടിലേക്ക് കറക്റ്റായി വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. ഇനി കാലിപ്പർ പിൻ പാഡിൻ്റെ ഹോളിലൂടെ ഒരൽപ്പം ഇതുപോലെ കടത്തി വയ്ക്കാം. രണ്ടാമത്തെ ഡിസ്ക് പാഡും ഇതുപോലെ ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് പൂർണ്ണമായും ഇതുപോലെ തള്ളി ഉള്ളിലേക്ക് കടത്താം. ആദ്യം ഊരി മാറ്റിയ 2 ലോക്ക് പിന്നുകളും ഇനി നമുക്ക് തിരികെ ഇടാം. രണ്ട് ഡിസ്ക് പാഡുകളുടെയും ഗ്യാപ്പിലേക്ക് മെറ്റൽ ഡിസ്ക് വരുന്ന രീതിയിൽ കാലിപ്പർ ഇതുപോലെ നമുക്ക് തിരികെ തള്ളിക്കയറ്റി വയ്ക്കാം. 12 മില്ലിമീറ്ററിൻ്റെ 2 കാലിപ്പർ ബോൾട്ട് തിരികെ ഇട്ട് ടൈറ്റ് ചെയ്താൽ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. ബ്രേക്ക് ഫ്ലൂയിഡ് ചേഞ്ച് ചെയ്ത് ബ്ലീഡ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്